ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ശരീരം പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയുടെ പിതാവ് ആരാണ്? ടി അഡിസൺ. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ ആണ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ഏതാണ്? സെക്രീറ്റിൻ. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രീറ്റിനാണ്. മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രോലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപിക് ഹോർമോൺ. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ. ഈ ഹോർമോൺ വളർച്ചാ ഹോർമോൺ എന്ന പേരിലും അറിയപ്പെടുന്നു. സൊമാറ്റോട്രോപിക് ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ എന്ന പേരിലും അറിയപ്പെടുന്നത്. തലച്ചോറിൻ്റെ അടിഭാഗത്ത് പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി. തലച്ചോറിൻ്റെ അടിഭാഗത്ത് പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അഡ്രീനൽ ഗ്രന്ഥി. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ശരീര വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. ശരീര വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അധികമാകുന്നതിൻ്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അധികമാകുന്നതിൻ്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി. സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. വാസോപ്രസിൻ തന്നെയാണ് ADH അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നത്. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്.
രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. കഴുത്തിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. കഴുത്തിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോക്സിൻ, കാൽസിട്ടോണിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിനാണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. മനുഷ്യനിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്. മനുഷ്യനിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിനാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിനാണ്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥ ഏതാണ്? ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മിക്സഡിമ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമയാണ്. തൈറോക്സിൻ്റെ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഗ്രേവ്സ് ഡിസീസ്. തൈറോക്സിൻ്റെ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇത് തന്നെയാണ് ഗ്രേവ്സ് ഡിസീസ് എന്നും അറിയപ്പെടുന്നത്. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിൽ എത്തിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിട്ടോണിൻ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിൽ എത്തിക്കുന്ന ഹോർമോൺ കാൽസിട്ടോണിനാണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാരാതോർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാക്കുന്ന ഹോർമോൺ ഏതാണ്? പാരാതോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാക്കുന്ന ഹോർമോൺ പാരാതോർമോണാണ്. പാരാതോർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടെറ്റനി. പാരാതോർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ടെറ്റനി ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഏതാണ്? ഗ്രലിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രലിനാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഗ്രലിൻ. ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആഗ്നേയ ഗ്രന്ഥി. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസിസ് ആണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? ബെനഡിക്റ്റ് ലായനി. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ലായനി ബെനഡിക്റ്റ് ലായനിയാണ്. മനുഷ്യരിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70 110 mg 100 ml. അതായത് 100 മില്ലി രക്തത്തിൽ 70നും 110 മില്ലിഗ്രാമിനും ഇടയിലായിരിക്കണം ഗ്ലൂക്കോസിൻ്റെ അളവ്. 100 മില്ലി രക്തത്തിൽ 70നും 110 മില്ലിഗ്രാമിനും ഇടയിലായിരിക്കണം ഗ്ലൂക്കോസിൻ്റെ അളവ്. ഇതാണ് മനുഷ്യരിലെ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ്. ലോക പ്രമേഹ ദിനം എന്നാണ്?
നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14 ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്താണ്? നീലവൃത്തം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീലവൃത്തമാണ്. അതിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അഡ്രീനൽ ഗ്രന്ഥി. അതിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥിയാണ്. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അഡിസൺസ് രോഗം. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. കോർട്ടിസോളിൻ്റെ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കുഷിൻസ് സിൻഡ്രോം. കോർട്ടിസോളിൻ്റെ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കുഷിൻസ് സിൻഡ്രോം. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാക്കുന്ന അവസ്ഥയാണ് വിറുലിസം. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാക്കുന്ന അവസ്ഥ ഏതാണ്? വിറുലിസം. ഇതുപോലെ പുരുഷന്മാരിൽ സ്ത്രൈണത പ്രകടമാക്കുന്ന അവസ്ഥ ഏതാണ്? ഗൈനക്കോമാസ്റ്റിയ. പുരുഷന്മാരിൽ സ്ത്രൈണത പ്രകടമാക്കുന്ന അവസ്ഥയാണ് ഗൈനക്കോമാസ്റ്റിയ. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. സ്ത്രീകളിൽ ലൈംഗിക വളർച്ച, ആർത്തവചക്രം, അണ്ഡോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഈസ്ട്രോജനാണ്. സ്ത്രീകളിൽ ലൈംഗിക വളർച്ച, ആർത്തവചക്രം, അണ്ഡോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഈസ്ട്രോജനാണ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്റ്ററോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ ആണ്. മാറല്ലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥി. മാറല്ലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിനാണ്. മെലാട്ടോണിൻ, സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്രന്ഥി. മെലാട്ടോണിൻ, സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. ഇനി നമുക്ക് ചില അപരനാമങ്ങൾ നോക്കാം. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ശൈശവ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ്. അടിയന്തര ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിനാണ്. ജുവനൈൽ ഹോർമോൺ അഥവാ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. ജുവനൈൽ ഹോർമോൺ അഥവാ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.